അഡ്രസ്സിങ് യുവർ ഫിയർ. നമ്മുടെ ഭയങ്ങളെ തൊടാൻ പോലും നമ്മൾക്ക് ഭയമാണ്. അത് കാരണം കഴിയുന്നത് നമ്മുടെ ഫിയറിനെ അഡ്രസ്സ് ചെയ്യാറില്ല. പക്ഷേ ഇന്നത്തെ നമ്മളിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മളുടെ ഇൻസെക്യൂരിറ്റീസിനെയും ഫിയറിനെയും ബിലീഫ് സിസ്റ്റത്തിനെയും മാറ്റാതെ പറ്റില്ല. ഈ തെറാപ്പി സെഷനിൽ ഒരു ബേസിക് രീതിയിൽ നമ്മൾ ഫിയറിനെ അഡ്രസ്സ് ചെയ്യാണ്. ഇനിയും കൂടുതൽ ഡീപ്പ് സെഷൻസ് അല്ലെങ്കിൽ ഫിയറിനെ അഡ്രസ്സ് ചെയ്യുന്ന സെഷൻസ് പുറകെ വരുന്നതാണ്. തുടർച്ചയായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിതിൻ്റെ എഫക്റ്റീവ്നെസ് അറിയാൻ കഴിയൂ. ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണ്? ഫെയിലിയർ അല്ലെങ്കിൽ പരാജയം, റിജക്ഷൻ, നിങ്ങളെ അവഗണിക്കുന്നതോ അല്ലെങ്കിൽ ഇൻസൾട്ടോ, എന്തിനു പറയുന്നു, പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ മരണം, അങ്ങനെ ഒട്ടനവധി. നിങ്ങളുടെ ആ ഫിയറിനെ നമ്മൾ ഈ തെറാപ്പിയിലൂടെ ഒന്ന് തൊടാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ധൈര്യത്തോടെ പതിയെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ശ്വാസം മെല്ലെ മൂക്കിലൂടെ, തൊണ്ടയിലൂടെ, നെഞ്ചിലൂടെ, ശരീരത്തിലാകമാനം വ്യാപിക്കുന്നതും വളരെ പതിയെ ശരീരത്തിനകത്തു നിന്നും പുറത്തേക്ക് പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകുന്നതും ശ്രദ്ധിക്കുക. One more deep breath. നിങ്ങളുടെ മനസ്സിനെ പതിയെ നിങ്ങളുടെ വിഷ്വലൈസേഷൻ്റെ കഴിവിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. മനസ്സുകൊണ്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഒരു കട്ടിയുള്ള ഒരു മൂടൽ മഞ്ഞിനാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ചുറ്റിലും ഒന്നും കാണാൻ കഴിയുന്നില്ല. പ്രകാശം പരത്താൻ സൂര്യനില്ല. പൂർണ്ണമായും എല്ലാം നഷ്ടപ്പെട്ട പോലെ ഒരു തോന്നൽ. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പോലും അറിയാതെ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരവസ്ഥ. മുന്നിൽ ഒരു വഴിയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. പതിയെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്വാസവും ഹാർട്ട് ബീറ്റുമായി ഒന്ന് അലൈൻ ചെയ്യാനായി ശ്രമിക്കുക. പതിയെ റിലാക്സ് ചെയ്യുക. സ്ലോ ഡൗൺ യുവർ ബ്രീത്തിങ്. പതിയെ ഹാർട്ട് ബീറ്റും ബ്രീത്തിങ്ങും ഒരേ താളത്തിൽ മാറുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഇനി പതിയെ നമ്മുടെ മുന്നിലുള്ള വഴിയിലേക്ക് കണ്ണുകൾ അടച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വഴിയിലേക്ക് ഒരിക്കൽ കൂടി നോക്കുക. ഇപ്പോൾ വഴി കുറേ കൂടി ക്ലിയറായി വരുന്നത് അല്ലെങ്കിൽ വ്യക്തമായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് തന്നെയാണ് നിങ്ങളെ മുന്നിലേക്ക് നയിക്കുന്നത്. ഇനിയുള്ള ഓരോ സ്റ്റെപ്പും നിങ്ങൾ ധൈര്യപൂർവ്വം എടുത്ത് മുന്നിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ആ മൂടൽ മഞ്ഞിൻ്റെ അങ്ങ് ദൂരെ ഒരു രൂപം നിങ്ങളെ തന്നെ നോക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. ഒരു കറുത്ത രൂപം, നന്നായി ഭയപ്പെടുത്തുന്ന ഒരു രൂപം. അതാണ് നിങ്ങളുടെ ഫിയർ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ രൂപത്തിനെ നിങ്ങളുടെ ഫിയർ എന്താണോ അതുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കാം, ലേബൽ ചെയ്യാം. ഉദാഹരണത്തിന് തോൽവി എന്നതാണ് നിങ്ങളുടെ ഭയമെങ്കിൽ ആ കറുത്ത രൂപത്തിൻ്റെ നെറ്റിയിൽ തോൽവി എന്നൊരു ലേബൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് ആ രൂപത്തിൻ്റെ അടുക്കലേക്ക് കോൺഫിഡൻസോടുകൂടി എടുക്കാൻ ശ്രമിക്കുകയാണ്. ഒരു സ്റ്റെപ്പ് കൂടി ധൈര്യപൂർവം അതിൻ്റെ കറുത്ത തിളക്കമുള്ള കണ്ണുകളുടെ മധ്യത്തിൽ നിങ്ങളുടെ ഭയമിരിക്കുകയാണ്. അടുക്കലേക്ക് പോവാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എത്ര തന്നെ ശരീരവും മനസ്സും കഴിയില്ല എന്ന് വിചാരിച്ചാലും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം ഏത് ഫിയറിനെയും അതിജീവിക്കാൻ കഴിയുന്നതാണെന്ന്. ആ വിശ്വാസം മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ. ബിലീവിങ് ഇൻ യുവർ പവർ,
believing in your mental strength, believing in who you really are. ഇപ്പോൾ പൂർണ്ണമായും വ്യക്തമായും നിങ്ങളുടെ തൊട്ടടുത്ത് ആ രൂപത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. പതിയെ ആ കറുത്ത രൂപത്തിനെ ഒന്ന് പൂർണ്ണമായും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്ലോലി, വളരെ പതിയെ. തിരക്ക് കൂട്ടാൻ ശ്രമിക്കുകയോ വേണ്ട. പതിയെ നിങ്ങളുടെ ശ്വാസത്തിൻ്റെ റിതമിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടെങ്കിൽ പതിയെ ശ്രദ്ധിക്കുക മാത്രം വേണ്ടൂ. അപ്പോൾ അത് സാവധാനത്തിലേക്ക് പതിയെ പതിയെ വന്നു ചേരും. ആ രൂപവും നിങ്ങളും തമ്മിൽ വളരെ കുറച്ചു ദൂരമേ ഉള്ളൂ. ഇപ്പോഴാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ ഭീകര സത്വത്തിൻ്റെ കണ്ണിൽ ഭയമല്ല, മറിച്ച് സങ്കടമാണ് എന്നുള്ള സത്യം. ഇപ്പോൾ അതിൻ്റെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഭയമല്ല, മറിച്ച് സഹതാപമോ സ്നേഹമോ ആണ് തോന്നുന്നത്. ആൻഡ് യു ആർ സാഡ് ബിക്കോസ് ഓഫ് ദ ഫിയർ. അതിൻ്റെ സാഡ്നെസ് അറിഞ്ഞതുകൊണ്ട് ഉള്ളിൽ തോന്നിയ സ്നേഹം കാരണം മുന്നിലേക്ക് വന്ന് അതിനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഇപ്പോൾ അതിനാ ഭയപ്പെടുത്തുന്ന രൂപമില്ല. അത് കേവലം എൻ്റെ തന്നെ പ്രൊജക്ഷനാണെന്ന് മനസ്സിലായപ്പോൾ എന്നിലേക്ക് കൂടുതൽ കൂടുതൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയായി. ഇപ്പോൾ തീർത്തും എംപ്റ്റി ആയ ഒരു സ്പേസിനെ മാത്രമേ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ഭയപ്പെടുത്തുന്ന ഒന്നും തന്നെയില്ല. ആ മൂടൽ മഞ്ഞിനെ തട്ടിമാറ്റി മുന്നിലേക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ വഴി വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. മൂടൽ മഞ്ഞ് മാറി ചുറ്റിലും പ്രകാശം നിറയുന്നതായും മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്ത് നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന സൂര്യനെയും നിങ്ങൾക്ക് കാണാം. ആ സൂര്യപ്രകാശം നിങ്ങളുടെ ചുറ്റിലും എല്ലാ മൂടൽ മഞ്ഞിനെയും മാറ്റി നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു ചെറു ചിരി പുറത്തേക്ക്. വളരെ ദീർഘമായ ഒരു നിശ്വാസം. From your stomach, through your throat, through your mouth. Feel the lightness in your body. Observe your breath slowly, very slowly. And very confidently, when you are ready, you can open your eyes. Thank you from Healing Tree by Indulekha.